ഇപ്പോൾ വരുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വിവരം കാനഡയിൽ നിന്നും 50,000 വിദേശ വിദ്യാർത്ഥികളെ കാണാതായിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ 20,000 ഇന്ത്യൻ വിദ്യാർത്ഥികളും ഉണ്ട് എന്നുള്ളതാണ് IRCC അഥവാ ഇമിഗ്രേഷൻ റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡ അവർ പുറത്തുവിടുന്ന ഡാറ്റ പ്രകാരം 50,000 വിദ്യാർത്ഥികളെയാണ് കാനഡയിൽ നിന്ന് കാണാതായിരിക്കുന്നത്. 2024 മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് 50,000 വിദ്യാർത്ഥികളെ കാണാതായിരിക്കുന്നത് എന്നാണ് ഈ ഡാറ്റ സൂചിപ്പിക്കുന്നത്. ഈ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ കോളേജുകളിൽ വിദ്യാർത്ഥികൾ റിപ്പോർട്ട് ചെയ്യണം. ഈ വിദ്യാർത്ഥികളിൽ പലരും കോളേജുകളിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മൊത്തം വിദേശ വിദ്യാർത്ഥികളിൽ നിന്ന് 50,000 പേരെ കാണാതായി എന്ന് പറയുമ്പോൾ ഈ മൊത്തം വിദേശ വിദ്യാർത്ഥികളിൽ നിന്ന് 6.9% അവരുടെ ഒരു കണക്ക് വരുന്നത്. എന്തായാലും ഇവർ ക്ലാസ്സുകളിൽ ഒന്നും തന്നെ പങ്കെടുത്തിട്ടില്ല. ഇവർ എങ്ങോട്ട് പോയി എന്ന് ആർക്കും തന്നെ അറിയില്ല. അങ്ങനെയുള്ള രേഖകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇവർ എവിടെയാണ് എന്ന് കോളേജിൽ അന്വേഷണം നടത്തിയപ്പോൾ കോളേജ് അധികൃതർക്കും ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഇങ്ങോട്ട് എൻറോൾമെന്റ് ചെയ്തതായിട്ട് പോലും വിവരമില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ 20,000 ഇന്ത്യൻ വിദ്യാർത്ഥികളും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഇന്ത്യൻ വിദ്യാർത്ഥികളിൽ മൊത്തത്തിൽ 5.4% ഈ 20,000 വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ അവരുടെ ഒരു പെർസെൻറ്റേജ് വരുന്നത്, ശതമാന കണക്കെന്ന് പറയുന്നത്. ഈ കാനഡയിലെ കോളേജുകളിൽ ഇല്ലീഗൽ ഇമിഗ്രേഷൻ പ്രോസസ്സിൽ, അതായത് കാനഡയിലെ കോളേജുകൾ ഇല്ലീഗൽ ഇമിഗ്രേഷൻ പ്രോസസ്സ് അനധികൃതമായി ഈ കുടിയേറ്റക്കാരെ കയറ്റുമതി ചെയ്യുന്നുണ്ടോ, മനുഷ്യക്കടത്ത് നടത്തുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു അന്വേഷണം ഇപ്പോൾ ഇന്ത്യൻ സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട്. അത് ഇന്ത്യ പരിശോധിക്കുന്നുണ്ട്. സ്റ്റുഡൻറ് പെർമിറ്റ് ദുരുപയോഗം ചെയ്തുകൊണ്ട് കാനഡയിലേക്ക് പോയ വിദ്യാർത്ഥികളിൽ പല ആൾക്കാരും അവിടെ അമേരിക്കയിലേക്ക് കുടിയേറുന്ന കാഴ്ചയും അവിടെ പതിവ് കാഴ്ചയാണ്. അങ്ങനെ അമേരിക്കയിലേക്ക് ഈ 20,000 വിദ്യാർത്ഥികളിൽ പലരും പോയിട്ടുണ്ടോ എന്നുള്ള ആരോപണവും ഇപ്പോൾ ശക്തമായി ഉയർന്നു വരുന്നു. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ, അമേരിക്കയുടെ പട്ടാളത്തിന്റെ കണ്ണ് വെച്ച് നുഴഞ്ഞുകയറ്റം നടത്തിയിട്ടുണ്ടെങ്കിൽ പല ആൾക്കാരും അതിർത്തിയിൽ മരണപ്പെടാനുള്ള സാധ്യത വരെയുണ്ട്. കാരണം കാലാവസ്ഥയൊക്കെ വളരെ മോശമായ ഒരു സാഹചര്യത്തിലൂടെയൊക്കെയാണ് പോകുന്നതെങ്കിൽ മരണപ്പെട്ട പല വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും കാണാതാകുന്ന വിദ്യാർത്ഥികൾ എന്തുകൊണ്ടാണ് കാണാതാകുന്നത്, അതിൻ്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ പ്രധാനമായും 2 കാരണങ്ങളാണ് ഇവർ പറയുന്നത്. ഒന്ന്, വ്യാജ ഏജന്റുമാരാണ്. വ്യാജ ഏജന്റുമാർ തെറ്റായ വിവരങ്ങൾ നൽകി ജോലി, സ്ഥിരതാമസം, വിദ്യാഭ്യാസം എന്നിങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ നൽകി വിദ്യാർത്ഥികളെ ഇവിടെ കൊണ്ടുവന്ന് പറ്റിക്കുന്നു. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഇവിടെ അലഞ്ഞു തിരിയാനും ഭിക്ഷക്കാരായി മാറാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് ഒരു കാരണം. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് കാനഡയിലെ വിദ്യാർത്ഥികൾക്ക് യാതൊരുവിധ നിരീക്ഷണവും അവിടെ ഇല്ല എന്നുള്ളതാണ്. അതായത് വിദ്യാർത്ഥികൾ വന്നാൽ വന്നു, പോയാൽ പോയി എന്നുള്ള രീതിയിലാണ് കാനഡ സർക്കാർ അവരെ ഫോറിൻ വിദ്യാർത്ഥികളെ, അതായത് വിദേശ വിദ്യാർത്ഥികളെ യാതൊരുവിധ നിരീക്ഷണത്തിന് വിധേയമാക്കുന്നില്ല. സർവ്വ സ്വാതന്ത്ര്യമാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ എങ്ങോട്ട് പോകുന്നു, എന്ത് ചെയ്യുന്നു, എന്താണ് ഇവരുടെ പ്രധാനപ്പെട്ട പരിപാടി എന്നുള്ളതിനെ കുറിച്ചൊന്നും യാതൊരുവിധ ഡോക്യുമെന്റേഷനും അവിടെ ഇല്ല എന്നുള്ളതാണ് രണ്ടാമത്തെ കാരണം. അതുകൊണ്ടാണ് വിദ്യാർത്ഥികൾ പ്രധാനമായും ആബ്സ്കോണ്ട് ആവാൻ കാരണം എന്നുള്ളതാണ് രണ്ടാമത്തെ കാരണങ്ങളിൽ ഒന്ന്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.